ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. ട്രാൻസിസ്റ്ററിനെ എങ്ങനെ സ്വിച്ച് ആയി വർക്ക് ചെയ്യാമെന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് പറഞ്ഞു. അതുപോലെ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ ഏതൊക്കെ റീജിയനുകളിൽ വർക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ അറിയണം. കട്ട് ഓഫിലും സാച്ചുറേഷനിലും ആണ് അങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഇനി അടുത്തത്, നമ്മൾ എന്താണ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയി വർക്ക് ചെയ്യുമ്പോൾ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ ഒരു ആർ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. അത് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ആണ് ആർ ഇൻ. അതുപോലെ കളക്ടറിൽ ഒരു ആർ എൽ എന്ന് പറഞ്ഞിട്ട് ഒരു റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. അത് കളക്ടർ റെസിസ്റ്റർ ആണ് വരുന്നത്. കളക്ടർ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് വി സി സിയിലേക്കാണ്. വി സി സി സപ്ലൈ വോൾട്ടേജിന്റെ പോസിറ്റീവ് ആണ്. ഡി സി പോസിറ്റീവ് വോൾട്ട് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. എമിറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എർത്ത് ചെയ്തിരിക്കുന്നു. ഇനി ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ കളക്ടറിൽ നിന്നാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ട്രാൻസിസ്റ്റർ നമ്മൾ സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ലെങ്കിൽ അത് ഓപ്പൺ സ്വിച്ച് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യും, അതുപോലെ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യും. ഓപ്പൺ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ടിൽ 0 വോൾട്ട്, അതായത് ഒരു കണക്ഷനും ഇൻപുട്ടിൽ കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇൻപുട്ടിൽ 0 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി എമിറ്റർ ബേസ് ജംഗ്ഷൻ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ റിവേഴ്സ് ബയാസ് ഓഫ് കണ്ടീഷനിലായിരിക്കും. കാരണം ഇൻപുട്ടിൽ വോൾട്ടേജ് ഒന്നും വരുന്നില്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഒരു വോൾട്ടേജും വന്നില്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലായിരിക്കും. അതായത് ഓപ്പൺ സ്വിച്ച് ആയിരിക്കും ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി സി സി എന്ത് കൊടുക്കുന്നു അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുക. വി ഔട്ട് ഈസ് ഈക്വൽ ടു വി സി സി എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ നേരത്തെ ട്രാൻസിസ്റ്റർ ഏത് റീജിയനിൽ വർക്ക് ചെയ്യുന്നു? കട്ട് ഓഫ് എന്ന് പറയുന്ന റീജിയനിൽ വർക്ക് ചെയ്യുന്നു. അതായത് ഓപ്പൺ സ്വിച്ച് ആയിട്ട് ഇരിക്കുന്ന നേരത്ത്. ഇനി അടുത്തത് നമ്മൾ ട്രാൻസിസ്റ്റർ ആസ് ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന നേരത്തെ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ വ്യത്യാസമുണ്ട്. ഇൻപുട്ടിൽ നമ്മൾ നേരത്തെ ഒന്നും കൊടുത്തില്ല, ഇപ്പൊ ഇവിടെ 5 വോൾട്ട് കൊടുക്കുന്നു. അപ്പൊ ഇൻപുട്ടിൽ ഒരു 5 വോൾട്ട് സിഗ്നൽ കൊടുക്കുന്നു. അപ്പൊ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു. ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഓൺ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അപ്പൊ വി സി സി എന്നുള്ള കറണ്ട് ഫ്ലോ നേരെ ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ കയറി എമിറ്ററിൽ കൂടെ വന്ന് എർത്തായി പോകും. ഔട്ട്പുട്ടിലേക്ക് ഒന്നും വരില്ല. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? വി ഔട്ട് എന്ന് പറയുന്നത് എപ്പോഴും 0 വോൾട്ട് ആയിരിക്കും കിട്ടുക. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറയുക. അപ്പൊ ഈ ക്ലോസ്ഡ് സ്വിച്ചിൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് സാച്ചുറേഷൻ റീജിയനിൽ. ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഡിജിറ്റൽ ഗേറ്റുകളൊക്കെ ഇനി പഠിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത്.